നമസ്കാരം, ഞാൻ ഉമാശങ്കർ ഏഴമങ്ങാടി US മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ വട്ടൊള്ളിയിലാണ്. വട്ടൊള്ളി നെല്ലിക്കാറ്റി GLP സ്കൂളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നമ്മുടെ ഈ സ്കൂളിനോട് ചേർന്ന് ഉള്ള സ്കൂളിൻ്റെ തൊട്ടടുത്ത ബിൽഡിങ്ങിൽ, അതായത് നമ്മളെ മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ എന്താ പറയുക, ഓരോ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഒക്കെ പൊതുസ്ഥലത്തു നിന്നൊക്കെ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ വേർതിരിച്ച് ചാക്കുകളിലാക്കിയിട്ട് സൂക്ഷിക്കുന്ന, ഡംപ് ചെയ്യുന്ന ഒരു കെട്ടിടം നമ്മളെ സ്കൂളിനോട് ചേർന്ന് തൊട്ട അപ്പുറത്താണ് ഉള്ളത്. നാട്ടുകാരെ രക്ഷിതാക്കൾ ഒരുപാട് ദിവസമായിട്ട് പറയുന്ന അവരുടെ ഭീതിജനകമായിട്ടുള്ളൊരു അന്തരീക്ഷം, അതേമാതിരി തന്നെ തീരാ ദുരിതം, അതിൽ നിന്നുള്ള സ്മെല്ല്, ഒപ്പം തന്നെ പാമ്പ് പോലെയുള്ള ക്ഷുദ്രജീവികൾ, പാമ്പ് മുതൽ പഴുതാര വരെയുള്ള ജീവികൾ എല്ലാം അതിൻ്റെ ഭീഷണിയിലാണ് ഇവരെന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെ നാട്ടിൽ ഒരു അപകടം വന്നിട്ട് ഇപ്പം നിറയെ പാമ്പ് അവിടെയും ഇവിടെയും കടിച്ചു, രാത്രി പിന്നെ തലേന്നടക്കം പിന്നെ പാമ്പിനെ കണ്ടു എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു അപകടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് അത് നീക്കം ചെയ്തുകൊണ്ട് പിന്നെ എന്താ പറയുക, ഒരു പരിഹാരം കാണണമെന്നാണ് ഇതിനോട് ചേർന്നിട്ടുള്ള ഈ സ്കൂളിലെ PTA പ്രസിഡന്റും HM ഒക്കെ നമ്മളോട് പറഞ്ഞത്. ഒപ്പം തന്നെ ഇതിനോട് ചേർന്നിട്ടുള്ള മറ്റൊരു സ്ഥാപനമാണ് ഇവിടുത്തെ എന്താ പറയുക വില്ലേജ് ഓഫീസ്. അവിടുത്തെ വില്ലേജ് ഓഫീസിലെ ജീവനക്കാർ പറയുന്നത് 2 വർഷം മുമ്പേ പരാതി കൊടുത്തതാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു നടപടി ആയിട്ടില്ല. അവർക്ക് ഇത് പഞ്ചായത്ത് തലത്തിൽ ഇടപെട്ടിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഇതിന് ഒരു കൂട്ടായിട്ടുള്ളൊരു തീരുമാനം എടുത്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം. നമസ്കാരം. നമസ്കാരം. നെല്ലിക്കാറ്റി GLP സ്കൂളിലെ വികസന സമിതി ചെയർമാനാണ് അല്ലേ? അതെ. ഇവിടെ സ്കൂളിൻ്റെയും വില്ലേജിൻ്റെയും പരിസരത്തായിട്ട് ഒരു മാലിന്യ സംഭരണ കേന്ദ്രം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ളത്. അപ്പോൾ അത് ഇവിടുത്തെ ജനങ്ങൾക്കും സ്കൂളിലെ കുട്ടികൾക്കും, ചെറിയ കുട്ടികളാണ് ഈ വട്ടൊള്ളി സ്കൂളിൽ LP സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്കും വലിയൊരു ഭീഷണിയിലാണ് നിൽക്കുന്നത്. കാരണം അവിടെ ഈ മാലിന്യം പല ഭാഗത്തുനിന്നും കൊണ്ടുവന്ന് അവിടെ സംസ്കരിച്ചിട്ടാണ് അത് പുറത്തേക്ക് പോകുന്നത്, സ്റ്റോക്ക് ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് അത് അവിടെ നിന്നൊന്ന് മാറ്റി പഞ്ചായത്തിൻ്റെ ഒഴിഞ്ഞ സ്ഥലങ്ങളിലേക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് മാറ്റി സ്ഥാപിക്കണമെന്നാണ് എനിക്ക് ആവശ്യപ്പെടാൻ. ഞാനത് ആവശ്യപ്പെടാൻ കാരണം ആ ഒരു ഇടുങ്ങിയ വഴിയാണ് അതിലേക്ക് പോകുന്നത്. ഇപ്പോൾ വില്ലേജ് ഓഫീസ് പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. ഇനി വില്ലേജ് ഓഫീസും കൂടി പണി കഴിഞ്ഞാൽ ആ ഇടുങ്ങിയ വഴിയിൽ വില്ലേജ് ഓഫീസിനോട് ചേർന്നിട്ടുള്ള വില്ലേജ് ഓഫീസിനോട് ചേർന്ന ബിൽഡിങ്, ആ ബിൽഡിങ് ഉണ്ടാക്കുമ്പോൾ ഉദ്ദേശിച്ചിരുന്നത് കൃഷിഭവൻ എന്നെല്ലാം പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത്. പിന്നീടാണത് ഈ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് പഞ്ചായത്ത് കൊടുത്തത്. എന്തായാലും അങ്ങനെ ഒരു കേന്ദ്രം അവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ എന്തായാലും അവിടെ സ്കൂളും വില്ലേജും പിന്നെ തൊട്ട് വീടുകളും ഈ വട്ടൊള്ളി സെൻറ്റർ മാതിരിയുള്ളൊരു സ്ഥലത്ത് നിന്ന് അത് എവിടെയെങ്കിലും ഒഴിഞ്ഞൊരു സ്ഥലത്തേക്ക് മാറ്റിയാൽ അത് ജനങ്ങൾക്ക് വലിയ ഒരു കാര്യമാവും. അതാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത്. ഇവിടുത്തെ PTA പ്രസിഡന്റ് ആണ് അല്ലേ? എന്താ മാഡത്തിൻ്റെ പേരെന്തായിരുന്നു? കമറുന്നീസ അല്ലേ? ഓക്കെ. എന്താണ് പറയാനുള്ളത്? എന്താ പറയാറുള്ളത് വെച്ചാൽ കുഞ്ഞു മക്കളാണ് സ്കൂളിലുള്ളത്, ചെറിയ മക്കളാണ്. പിന്നെ ഹരിതകർമ്മസേന പറഞ്ഞ നമ്മളെ ഈ പ്ലാസ്റ്റിക് കവറും ഇതൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ, അത് നമ്മളെ ഈ സ്കൂളിനോട് തൊട്ടടുത്തൊരു കെട്ടിടം, ചേർന്നിട്ടുള്ളൊരു കെട്ടിടത്തിലാണ്. അത് നമുക്ക് അവിടെ ചെന്നാൽ തന്നെ കാണാം, മാലിന്യങ്ങൾ കൂമ്പാരായിട്ട് കിടക്കണം. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ആയിരക്കണക്കിന് ചാക്കുകൾ. അതിൻ്റെ ഉള്ളിൽ നിന്ന് പാമ്പുകളെ നാട്ടുകാരെന്നെ പിടിച്ചെടുത്തിട്ടുണ്ട്, തച്ചിട്ടും കൊന്നിട്ടൊക്കെ ഉണ്ട്. ഒരുപാട് പാമ്പുകളെ കാണപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഇന്നുണ്ടോയെന്നും നമുക്കറിയാൻ പറ്റില്ല. അത് സ്കൂളും പാടെ ചേർന്നിട്ടാണ് കിടക്കുന്നത്. അതിൽ നിന്ന് നമ്മളെ സ്കൂളിലേക്ക് കയറി വരാൻ, പാമ്പുകൾക്ക് ഇപ്പോൾ വലിയ പണിയൊന്നുമില്ല കയറി വരാൻ, അതും നമുക്ക് വലിയൊരു ഭയമുള്ള കാര്യമാണ്. അതൊക്കെ ഒന്ന് അവിടെ നിന്ന് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്കൂളിൻ്റെ കുട്ടികളെ ഭാഗത്തൊക്കെ ഒരു നല്ല കാര്യമായിരുന്നു. കുഞ്ഞു മക്കളല്ലേ നമ്മളിവിടെ പഠിക്കണത്. അതുകൊണ്ട് ടീച്ചറുടെ പേരെന്താ? ഖദീജ. ഓക്കെ. അത് ആയിരക്കണക്കിന് ചാക്കുകളോളം ഉണ്ട്. LP സ്കൂളാണ്, പ്രീ പ്രൈമറി മുതൽ 4 വരെയുള്ള സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നതാണ്. അപ്പം ഒരേ മതിലാണ്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് അവിടെ ഒന്ന് നീക്കുകയാണെങ്കിൽ നമ്മുടെ കുറച്ചൊക്കെ ഭയം ഇല്ലാതെ ആക്കാം. നമുക്ക് തന്നെ വീടുകളിൽ തന്നെ ഭയങ്കര പേടിയാണ് കുട്ടികളെ പാമ്പ് പിടിക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ. അതും TV തുറന്നാലും പത്രം വായിച്ചാലും ഒക്കെ ആദ്യം കാണാൻ പാമ്പ് കടിയേറ്റ് എന്നുള്ള വാർത്തയാണ് കേൾക്കാറുള്ളത്. അപ്പോൾ അത് സ്കൂൾ തുറക്കുമ്പോഴേക്കാന്ന് മാറ്റാനുള്ള എന്തെങ്കിലും സംവിധാനം ചെയ്യുകയായിരുന്നെങ്കിൽ നമുക്ക് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒക്കെ ഒരു സുരക്ഷിതത്വം ഉറപ്പുവരുത്താമായിരുന്നു.
രക്ഷിതാവല്ലേ അല്ലേ? നമ്മുടെ സ്കൂളിൻ്റെ തൊട്ടപ്പുറത്ത് വില്ലേജ് ഓഫീസ് ഉണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ മാലിന്യ കൂമ്പാരം, അതായത് ഹരിതകർമ്മസേനക്കാരെ മാലിന്യ കൂമ്പാരമായിട്ടാണ് ഒന്നുകൂടി കിടക്കുന്നത്. ഒരു സ്കൂൾ തുറക്കേണ്ട സമയമായതുകൊണ്ട് തന്നെ അവിടെ ജന്തുക്കളും മറ്റുള്ള ജന്തുക്കളും വന്ന് കൂടിയിട്ട് കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാവാനും നമുക്ക് ആശങ്കാജനകമായിട്ടുള്ളൊരു സംഭവമാണത്. അതവിടെ നിന്നോട് എത്രയും പെട്ടെന്ന് മാറ്റണം എന്നാണ് എൻ്റെ അഭിപ്രായം. തിരുവനന്തപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KP വിജയലക്ഷ്മി അല്ലേ? അതിപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പം നമ്മളെ തിരുവനന്തപുരം പഞ്ചായത്തിൽ വില്ലേജ് 1 പട്ടുള്ളിയിലാണല്ലോ. ആ വില്ലേജിൻ്റെ മതിലും ഇതിൻ്റെ മതിലും ഈ മാലിന്യ നിക്ഷേപ കേന്ദ്രത്തിൻ്റെ മതിലും ഒരേ മതിലാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ലേജുകാർ അവർക്ക് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരാനുള്ള കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടാണ്. വില്ലേജിൽ ജോലി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവിടെ സ്മെല്ല്, പല സമയങ്ങളിലും സ്മെല്ലിൻ്റെ പ്രശ്നം, അതേപോലെ തന്നെ പാമ്പിൻ്റെ അല്ലെങ്കിൽ ഈ പഴുതാര മുതൽ പാമ്പ് വരെയുള്ളതിൻ്റെ ശല്യം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു പരാതി പിന്നെ ഓൾറെഡി 2 വർഷം മുമ്പ് തന്നെ തഹസിൽദാർക്കും അങ്ങനെ മേലേക്കൊക്കെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അവർ നിന്നറിയാൻ കഴിഞ്ഞത് മാത്രമല്ല, അവിടേക്ക് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു വഴിയാണല്ലോ, അത് വില്ലേജിലേക്കുള്ള വഴിയാണ്. ആ വഴിയിലൂടെ ആളുകൾക്ക് ഒരു ലോറി ഈ സാധനങ്ങളൊക്കെ കയറ്റാനും ഇറക്കാനൊക്കെ വരുന്ന സമയത്ത് വലിയ ലോറിയൊക്കെ പല സമയത്ത് നിൽക്കുന്നതിൻ്റെ ഫോട്ടോ ഒക്കെ അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ആ ലോറി നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരാൾക്ക് കടന്നു പോകാൻ പോലും സ്ഥലമില്ലാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ പുതിയ ബിൽഡിങ്ങും വരാൻ പോകാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു പ്രയാസം മനസ്സിലാക്കിയിട്ട് അവിടേക്ക് വരുന്ന ആളുകളുടെ പ്രയാസം മനസ്സിലാക്കി അതും ഒരു പരിഹാരം കാണണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ ഈ LP സ്കൂള്, പ്രീ പ്രൈമറി മുതലുള്ള കുട്ടികൾ ഇപ്പോൾ പാമ്പൊക്കെ കടിച്ചു പറഞ്ഞാൽ എന്താണ് കടിച്ചതെന്ന് പോലും അറിയാത്ത പ്രായമുള്ള കുട്ടികളാണല്ലോ. അപ്പോൾ അവർ ആ ഒരു റിസ്ക് ഇപ്പം നിറയെ അവിടെയും ഇവിടെയും പാമ്പ് കാര്യങ്ങൾ തലവണ്ണയുടെ ഉള്ളിൽ നിന്നടക്കം പാമ്പിനെ കിട്ടുന്ന ഒരു കാലത്ത് ഇത്രയും ആയിരക്കണക്കിന് ചാക്ക് അവിടെ തൊട്ടടുത്ത് സ്കൂളിൻ്റെ അതേ തൊട്ട ബിൽഡിംഗ് അല്ലേ. അപ്പോൾ ആ ഒരു ആശങ്ക സ്കൂളുകാരും പ്രകടിപ്പിച്ചു. തിരുവനന്തപുരം പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടി ഉണ്ടായാൽ നന്നായിരുന്നു, അത് അവിടുന്ന് ആളൊഴിഞ്ഞൊരു സ്ഥലത്തേക്ക് ഉണ്ടാവുകയാണെങ്കിൽ നന്നായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമാണ് പങ്കുവെച്ചത്. അതാണ് എൻ്റെ കാര്യം. തീർച്ചയായിട്ടും നിലവിൽ അവിടുത്തെ സ്ഥല സൗകര്യത്തിൻ്റെ പ്രാഥമിക സൗകര്യത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങളും നമ്മളോട് അവതരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ആദ്യം പറയാനുള്ളത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരു പൊടി പുറകിലോട്ട് പഞ്ചായത്ത് ഭരണസമിതി ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. മാത്രമല്ല നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിയുടെ തന്നെ ഉദ്ദേശ ലക്ഷ്യം എന്ന് പറഞ്ഞു വെച്ചാൽ ഏറ്റവും നല്ല രീതിയിലേക്ക് നമുക്ക് ലഭ്യമാക്കാനിടയുള്ള അല്ലെങ്കിൽ നിർമ്മിക്കാനിടയുള്ള ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് ഏറ്റവും മികച്ച രീതിയിലേക്ക് നല്ലൊരു പ്ലാന്റ് കൂടി നിർമ്മിക്കണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല എനിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട നാട്ടുകാരോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, യാതൊരു കാരണവശാലും ഈ മാലിന്യ സംസ്കരണത്തിനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊരു സ്മെല്ലോ അല്ലെങ്കിൽ മറ്റേ പാമ്പിൻ്റെ ശല്യങ്ങളോ ഒന്നും അവിടെ ഇന്നത്തെ വരെ ഒരു കേൾവി ഉണ്ടായിട്ടില്ല. പിന്നെ സ്മെല്ലുണ്ടാകാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന നമ്മുടെ മാലിന്യ ശേഖരണത്തിൽ നിന്ന് നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന സ്മെല്ലും ഗന്ധവും മാത്രമാണ് അവിടെ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ യാതൊരു കാരണവശാലും അവിടെ രൂപപ്പെടേണ്ട ആവശ്യമില്ല. നിലവിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും മികച്ച രീതിയിൽ ജില്ലയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തനം നടത്തുന്ന ഒരു പഞ്ചായത്താണ് തിരുമറ്റോട് ഗ്രാമപഞ്ചായത്ത്. അതോടൊപ്പം തന്നെ 3 MCF ആണ് തിരുമറ്റോട് ഗ്രാമപഞ്ചായത്തിന് ഇന്ന് പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഏകദേശം 20 ടൺ മാലിന്യമാണ് ഒരു മാസ കാലയളവിൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് നിന്ന് മാത്രം ഇവിടെ നിന്ന് കയറിപ്പോകുന്നത്. കേരള പോലുള്ള കമ്പനികൾക്ക് അതേപോലെ തന്നെ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മറ്റു സാധ്യതകൾക്ക് അനുസൃതമായിക്കൊണ്ട് പ്രൈവറ്റ് സംവിധാനങ്ങൾക്ക് കൂടി നമ്മൾ മാലിന്യം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമവും ഇപ്പോൾ നടത്തിക്കൊണ്ട് പോരുന്നുണ്ട്. 3 MCFിലായി പ്രവർത്തിക്കുന്നതിൽ ഒരു MCF വട്ടുള്ളിയിൽ നിലവിൽ പഞ്ചായത്തിൻ്റെ തന്നെ അധീനതയിലുള്ളൊരു കെട്ടിടമായിട്ടുള്ള വട്ടുള്ളിയിൽ പ്രവർത്തിച്ചു വരുന്നു. അതേപോലെ തന്നെ ഒരു MCF പെരിങ്ങന്നൂർ ലക്ഷംവീട് പ്രദേശത്ത് പെരിങ്ങന്നൂർ പ്രവർത്തിച്ചു വരുന്നു. ഇതിനപ്പുറത്തേക്കായിക്കൊണ്ട് പഞ്ചായത്ത് തന്നെ നേരിട്ട് വാടക കൊടുത്തുകൊണ്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിൽ തിരുമറ്റോട് പഞ്ചായത്ത് കെട്ടിടത്തിന് അടുത്തായിട്ട് ഒരു MCFും പ്രവർത്തിച്ചു പോകുന്നുണ്ട്. ഏകദേശം 10 ടണ്ണിന് മുകളിലാണ് വട്ടുള്ളി MCFിൽ നിന്ന് മാത്രമായിട്ട് മറ്റു വാർഡുകളിൽ നിന്ന് വരുന്ന മാലിന്യങ്ങളെ ശേഖരിച്ചു വെച്ചുകൊണ്ട് അവിടെ കൃത്യമായിട്ട് ഹരിതകർമ്മസേനാംഗങ്ങളുടെ ഇടപെടലിലൂടെ ബെയിലിംഗ് നടത്തിക്കൊണ്ട് മാലിന്യം കയറി പോകുന്നത്. അപ്പോൾ ഇത്രയും നല്ല രീതിയിലേക്കുള്ളൊരു മാലിന്യ സംസ്കരണ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള MCFകളെ അനന്ത സാധ്യതകൾക്ക് അനുസരിതമായിക്കൊണ്ട് നമ്മുടെ പഞ്ചായത്തിനകത്ത് രൂപീകരിച്ച് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം പൂർണ്ണമായും നമുക്കുണ്ട് എന്ന ബോധ്യം ഉണ്ട്. അതിനനുസൃതമായിട്ടുള്ളൊരു പ്രവർത്തനത്തിലേക്കാണ് ഇനി മുന്നോട്ട് പോകുന്നത്. പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജ് NBA അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ ബ്രാഞ്ചുകളിലായി 1000-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചുവരുന്നു.
ഈ അക്കാഡമിക് വർഷം മുതൽ റോബോട്ടിക്സ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന പുതിയ ബ്രാഞ്ച് ആരംഭിക്കുന്നു. നാക് അംഗീകാരം ലഭിച്ച ശ്രീപതി കോളേജിൽ അതിനൂതന സാങ്കേതിക വിദ്യകളോട് കൂടിയ സ്മാർട്ട് ക്ലാസ് റൂമുകൾ, സൗകര്യപ്രദമായ ലൈബ്രറി, പരിചയസമ്പന്നരും വിദ്യാർത്ഥി സൗഹൃദവുമായ ഫാക്കൽറ്റികൾ, കൂടാതെ വിവിധ ആഡ് ഓൺ കോഴ്സുകളിലൂടെ നിങ്ങളുടെ ടാലന്റിനെ സക്സസിലേക്ക് ഉയർത്താൻ അവസരങ്ങൾ ഒരുക്കുന്നു. അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 7902835555.